ഫ്രീഡം മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഫ്രീഡം മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഏതാനും കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 1857 വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1857 വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. 1857 വിപ്ലവം പട്ടാള കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതിനാൽ ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവം പട്ടാള കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതിനാൽ ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. 1857 മെയ് 10 മീററ്റിലാണ് വിപ്ലവം ആരംഭിച്ചത്. 1857 മെയ് 10 മീററ്റിലാണ് വിപ്ലവം ആരംഭിച്ചത്. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ഝാൻസി റാണി. 1857 വിപ്ലവത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ഝാൻസി റാണി. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. 1887 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചു. 1887 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചു. 1888 ജൂലൈ മാസത്തോടെ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടു. 1888 ജൂലൈ മാസത്തോടെ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടു. 1888 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. 1888 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. 1888 ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി. 1888 ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി. 1887 വിപ്ലവ സമയത്തും 1888 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര സമയത്തും ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1887 വിപ്ലവ സമയത്തും 1888 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര സമയത്തും ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1878 നാട്ടുഭാഷാ പത്രനിയമം വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ലിട്ടൻ പ്രഭു. 1878 നാട്ടുഭാഷാ പത്രനിയമം വെർണക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ലിട്ടൻ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യയിലെ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതിയുടെ കർത്താവ് രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതിയുടെ കർത്താവ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ശുപാർശ പ്രകാരം ഗവർണർ ജനറൽ വില്യം ബെൻഡിക് 1829 സതി നിർത്തലാക്കി. രാജാറാം മോഹൻ റോയിയുടെ ശുപാർശ പ്രകാരം ഗവർണർ ജനറൽ വില്യം ബെൻഡിക് 1829 സതി നിർത്തലാക്കി. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുക എന്നത് ആര്യ സമാജത്തിൻ്റെ തത്വമാണ്. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുക എന്നത് ആര്യ സമാജത്തിൻ്റെ തത്വമാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലക്. കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി.
ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്ന കൃതി രചിച്ചത് ബാലഗംഗാധര തിലക്. ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്ന കൃതി രചിച്ചത് ബാലഗംഗാധര തിലക്. വേദിക് ഹോം ഓഫ് ആര്യൻസ് എന്ന കൃതി രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദിക് ഹോം ഓഫ് ആര്യൻസ് എന്ന കൃതി രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം നടന്നത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം നടന്നത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 72 പ്രതിനിധികൾ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 72 പ്രതിനിധികൾ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഉമേഷ് ചന്ദ്ര ബാനർജി, WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷൻ ഉമേഷ് ചന്ദ്ര ബാനർജി, WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ ത്യാബ്ജി. കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ ത്യാബ്ജി. കോൺഗ്രസിൻ്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ. കോൺഗ്രസിൻ്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകുന്ന ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകുന്ന ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1905 ബംഗാൾ വിഭജന കാലത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ബംഗാൾ വിഭജന കാലത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INCയുടെ പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INCയുടെ പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു. INCയുടെ പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിത സരോജിനി നായിഡു. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഭാരതീയ വനിത സരോജിനി നായിഡു. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1901. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1901. ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് JB കൃപലാനി. INCയുടെ പ്രസിഡന്റായിരുന്ന രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. INCയുടെ പ്രസിഡന്റായിരുന്ന രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ചപ്പോൾ INCയുടെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ചപ്പോൾ INCയുടെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ കോൺഗ്രസ് വിപ്ലവ സമ്മേളനം നടന്നത് 1946 മീററ്റിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1946 മീററ്റിലാണ്. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നു എല്ലാവരോടും.